നമ്മൾ എല്ലാവരും മറ്റുള്ളവരോട് സുവിശേഷത്തെ പങ്കിടുന്നത് വളരെ അത്യാവശ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, ഇന്ന് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മുൻപാകെ പാപികളായി നിൽക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. എന്നാൽ സുവിശേഷം മൂലം മാത്രമാണ് ഒരു വ്യക്തി രക്ഷ പ്രാപിക്കാൻ സാധ്യമാകുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ സുവിശേഷത്തെ കേൾക്കണം, അതിനെ ഗ്രഹിക്കണം, അതിനെ ഗ്രഹിച്ച് അതിനെ വിശ്വസിച്ച് ക്രിസ്തു മൂലം മാത്രം ലഭ്യമായിരിക്കുന്ന രക്ഷയെ പ്രാപിക്കണം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും, നമ്മൾ വിശ്വാസികൾ ആയിരിക്കോട്ടെ, നമ്മൾ ശുശ്രൂഷകന്മാരായിരിക്കോട്ടെ, നമ്മൾ എല്ലാവരും തന്നെ സുവിശേഷത്തെ ഘോഷിക്കണം, മറ്റുള്ളവരോട് ഈ സന്ദേശത്തെ അറിയിക്കണം, പങ്കിടണം. എന്നാൽ ഈ ഗൗരവമേറിയ വേലയ്ക്ക് വേണ്ടി നമ്മൾ നമ്മെ തന്നെ എങ്ങനെയാണ് ഒരുക്കേണ്ടത്? ആദ്യമായി ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ഇന്ന് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5:18. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിറപ്പിച്ച് നിറപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇവിടെ ദൈവവചനം പറയുന്നത് ദൈവം നമുക്ക് നിറപ്പിൻ്റെ ശുശ്രൂഷ തന്നിരിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷത്തെ അറിയിച്ച് ദൈവത്തോട് അവരെ നിരപ്പിക്കുന്ന ആ ശുശ്രൂഷയെ, ആ വേലയെ നമുക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വേലയെ ആരാണ് ചെയ്യേണ്ടത്? ദൈവം ഈ വേലയെ ആർക്കാണ് തന്നിരിക്കുന്നത്? ഇവിടെ നമ്മൾ വായിക്കുന്നത്, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിറപ്പിച്ച്. അപ്പോൾ ഈ വേലയെ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ദൈവത്തോട് നിറപ്പ് പ്രാപിച്ചിരിക്കണം. സുവിശേഷം മൂലം ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കണം. അതുമാത്രമല്ലാതെ ദൈവത്തോടുള്ള ബന്ധം ഇന്ന് എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് ആവശ്യമാണ്, എന്നാൽ അത് മാത്രം പോരാ. ഇന്ന് ദൈവത്തോടുള്ള ആ ബന്ധം എങ്ങനെയാണ് ഇരിക്കുന്നത്? ദൈവവും നമ്മുടെ മധ്യേ ഏതായാലും പാപങ്ങൾ കിടപ്പുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കപ്പെടാത്ത വല്ല പാപങ്ങൾ കിടപ്പുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ തടസ്സമായി നിൽക്കുന്ന ഏതായാലും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവയുടെ വിഷയത്തിൽ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിന് മുൻപാകെ ക്ഷമയാചിച്ച് ക്ഷമ പ്രാപിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് ഈ വേലയെ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശുദ്ധീകരണമില്ലാതെ, ദൈവത്തോട് ഒരു നല്ല അടുപ്പമുള്ള ഒരു ബന്ധമില്ലാതെ ഈ വേലയെ ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ബന്ധം ഇന്ന് ദൈവത്തോട് എങ്ങനെ ഇരിക്കുന്നുവെന്ന് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ലാതെ ഈ വേലയെ ചെയ്യുമ്പോൾ, ഈ വേലയ്ക്ക് വേണ്ടി എന്നെ ദൈവമാണ് അയച്ചിരിക്കുന്നത്. ഇത് ഞാൻ തന്നെ പോയി ചെയ്യുകയല്ല, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്. ദൈവം ഈ വേലയെ എനിക്ക് ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ഒരു ബോധ്യം വേണം. നമുക്ക് ആ പ്രാഗൽഭ്യം ആവശ്യമാണ്. ഇവിടെ തന്നെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിറപ്പിച്ച് നിറപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ പ്രാഗൽഭ്യം നമുക്ക് ആവശ്യമാണ്. ദൈവമാണ് എന്നെ അയക്കുന്നത്, ദൈവമാണ് ഈ വേലയെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ പ്രാഗൽഭ്യം നമുക്ക് ആവശ്യമാണ്. അതുമാത്രമല്ലാതെ ഈ വേലയ്ക്ക് വേണ്ടി നമുക്ക് ശക്തി ആവശ്യമാണ്. ഈ വേല ഒരു ആത്മീകമായ ഒരു വേലയാണ്, ശാരീരികമായ ഒരു വേലയല്ല. അതുകൊണ്ട് ശാരീരികമായ ഒരു ശക്തിയല്ല നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്, ആത്മീകമായ ഒരു ശക്തി നമുക്ക് വളരെ അത്യാവശ്യമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് വായിച്ച് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നു. അതിനുവേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസ്
എഴുതിയ സുവിശേഷം 24 അധ്യായം 49 വാക്യം. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തങ്ങളുടെ അപ്പോസ്തലന്മാരെ സുവിശേഷീകരണത്തിന് വേണ്ടി അയക്കുമ്പോൾ സകല ജാതികളോടും സകല ദേശങ്ങളോടും സുവിശേഷത്തെ ഘോഷിച്ച് കേൾപ്പിക്കുവാൻ അയക്കുമ്പോൾ ഈ കാര്യം പറയുകയാണ്. കർത്താവ് പറയുന്നത്, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കണം. ഈ വേലയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ശക്തി ആവശ്യമാണ്. ആ ശക്തി ഉയരത്തിൽ നിന്ന് വരുന്ന ഒരു ശക്തിയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. അതിനുവേണ്ടി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 1 അധ്യായം 8 വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ സുവിശേഷത്തെ ശക്തമായി ഘോഷിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നമ്മൾ സാക്ഷികളായി നിൽക്കണമെങ്കിൽ നമുക്ക് ശക്തി ആവശ്യമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ഈ വേലയെ നമ്മൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മൾ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ പ്രാപിച്ചേ മതിയായുള്ളൂ. അതിനുവേണ്ടി നമ്മൾ കർത്താവിനെ യാചിക്കണം എന്ന് ദൈവവചനം പറയുന്നു. ഇതിനു വേണ്ടി നമ്മൾ ദൈവത്തോട് യാചിക്കണം. കർത്താവെ, നിന്റെ ശക്തി എനിക്ക് ആവശ്യമാണ്. നിന്റെ വേലയെ ചെയ്യുവാൻ, നിന്റെ സുവിശേഷത്തെ ഘോഷിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് ആവശ്യമാണ് എന്ന് പ്രാർത്ഥനയോട് യാചിക്കണം. അതുമാത്രമല്ലാതെ ദാഹിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നത്. അപ്പോൾ വലിയൊരു ദാഹത്തോടു കൂടെ ദൈവത്തോട് ഈ വരത്തിന് വേണ്ടി നമ്മൾ യാചിക്കണം. അതുമാത്രമല്ലാതെ ദൈവവചനം പറയുന്നത് നമ്മൾ ദൈവത്തെ അനുസരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം. കർത്താവ് എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യുവാൻ ഒരുക്കമാണ് എന്ന ഒരു മനോഭാവം, അങ്ങനത്തെ ഉള്ളൊരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. കർത്താവെ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അതിനെ ചെയ്യുവാൻ ഒരുക്കമാണ്. കർത്താവെ, ഞാൻ ദാഹത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. കർത്താവെ, നിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. നിന്റെ സുവിശേഷത്തെ മറ്റുള്ളവരോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവെ, എന്നെ സഹായിക്കണമേ, എന്നെ ബലപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമാത്രമല്ലാതെ ഈ വേലയെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് എരിവ് ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായം 4 വാക്യം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ ക്രൂശിന്മേൽ മരിക്കുന്നതിന് മുൻപ് ഈ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഈ കാര്യം പറയുകയാണ്. കർത്താവ് പറയുന്നത്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഈ പദങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവിൻ്റെ എരിവിനെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ എരിവ്, ഞാൻ പിതാവിനെ മഹത്വപ്പെടുത്തണം, അവൻ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയെ തികയ്ക്കണം. അതായിരുന്നു കർത്താവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ എരിവ്. ഈ എരിവ് തന്നെ നമ്മുടെ ഹൃദയത്തിലും ആവശ്യമാണ്. സുവിശേഷത്തെ മറ്റുള്ളവരോട് പങ്കിടുമ്പോൾ, കർത്താവെ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഞാൻ എരിയുന്നു. കർത്താവെ, എൻ്റെ മഹത്വമല്ല, എൻ്റെ പേരല്ല, കർത്താവെ, നിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകണം. കർത്താവെ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന ആ പ്രവൃത്തിയെ ഞാൻ തികച്ച് ഞാൻ ഭൂമിയിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, എന്നെ സഹായിക്കണമേ. അങ്ങനത്തെ ഉള്ളൊരു മനോഭാവം, അങ്ങനത്തെ ഉള്ളൊരു മനസ്സ് നമുക്ക് ആവശ്യമാണ്. എന്നാൽ അങ്ങനത്തെ ഒരു എരിവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്വാർത്ഥതയെ ഉപേക്ഷിക്കുവാൻ ഒരുങ്ങണം.
എത്രത്തോളം നമ്മൾ നമ്മെ തന്നെ നോക്കുന്നുവോ, നമ്മെ തന്നെ ശ്രദ്ധിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇച്ഛകൾ ഈ വിഷയങ്ങളിൽ തന്നെ കടക്കുന്നുവോ, ദൈവത്തിന് വേണ്ടി ഒരു എരിവ്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഒരു എരിവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥതയെ നമ്മൾ ഉപേക്ഷിക്കണം. എൻ്റെ ആഗ്രഹം, എൻ്റെ ഇച്ഛകളല്ല കർത്താവേ, നിന്റെ മഹത്വം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പുകഴ്ചയല്ല, എൻ്റെ സുഖമല്ല കർത്താവെ, ഈ പ്രവൃത്തി മൂലം ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ പിതാവായ ദൈവത്തിന് വേണ്ടി ആ എരിവ് ഉണ്ടായിരുന്നത് പോലെ അതേ എരിവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതോടുകൂടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ സന്ദേശത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. മനുഷ്യർക്ക് കേൾക്കുവാൻ എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമല്ലാത്തതെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ ഈ സന്ദേശത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ വിശ്വസ്തരായി ഈ സന്ദേശത്തെ മാറ്റാതെ ഈ സന്ദേശം എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ അറിയിക്കണം, അങ്ങനെ തന്നെ ഘോഷിക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കയില്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷീകരണത്തിൽ തൻ്റെ വിശ്വസ്തതയെ വെളിപ്പെടുത്തുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. താൻ പറയുന്നത്, ഞാൻ മനുഷ്യരെ അല്ല പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നത്, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കണം. അവനാണ് എന്നെ അയച്ചത്, ഈ വേലയ്ക്ക് വേണ്ടി അവനാണ് എന്നെ അയച്ചത്. അതുകൊണ്ട് ദൈവത്തെയാണ് ഞാൻ പ്രസാദിപ്പിക്കേണ്ടത്, മനുഷ്യരെ അല്ല. അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ അല്ല ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ വിശ്വസ്തരാണോ? സുവിശേഷത്തിൻ്റെ സന്ദേശത്തെ നമ്മൾ മാറ്റുവാൻ നമുക്ക് ഓരോ അധികാരവുമില്ല. സുവിശേഷത്തിൻ്റെ സന്ദേശം ദൈവികമായ ഒരു സന്ദേശമാണ്, ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ സന്ദേശമാണ്. അതിനെ മാറ്റുവാൻ നമുക്ക് ഓരോ അധികാരവുമില്ല. അതിനെ ഘോഷിക്കുവാനാണ് നമ്മെ അയച്ചിരിക്കുന്നത്. ആ സൗഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മുൻപാകെ വിശ്വസ്തരായി മുന്നേറാം. അതുകൊണ്ട് മനുഷ്യർക്ക് എന്താണ് ഇഷ്ടം, അവർ കേൾക്കുവാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് അവർക്ക് ഇഷ്ടമല്ലാത്തതെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ, അവർക്ക് ഇഷ്ടമായാലും അവർക്ക് ഇഷ്ടമില്ലെങ്കിലും ഈ സന്ദേശത്തെ നമ്മൾ മാറ്റാതെ എങ്ങനെ ഇരിക്കുന്നുവോ സമ്പൂർണമായി മുഴു സന്ദേശത്തെ നമ്മൾ കേൾപ്പിക്കണം. അതുമാത്രമല്ലാതെ ഈ സന്ദേശം നമ്മൾ ഘോഷിക്കുമ്പോൾ നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഒരു വലിയൊരു ആത്മഭാരം നമ്മുടെ ഉള്ളിൽ അത്യാവശ്യമാണ്. അതിനുവേണ്ടി ഒരു വാക്യം വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനുവേണ്ടി റോമാലേഖനം 9-ാമത്തെ അധ്യായം 2-3 നമുക്ക് വായിക്കാം. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ടെന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാഴ്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ചാർച്ചക്കാരും സഹോദരന്മാരുമായ യഹൂദന്മാർക്ക് വേണ്ടി തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ ആത്മഭാരം, ആ വേദനയെ അറിയിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്. താൻ പറയുന്നത്, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട്. അതോടുകൂടെ താൻ പറയുന്നത്, എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അങ്ങനത്തെ ഉള്ളൊരു വലിയൊരു വേദന, അങ്ങനത്തെ ഉള്ളൊരു വലിയൊരു ആത്മഭാരം നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് പ്രസംഗിക്കുവാൻ നല്ലപോലെ അറിയാമെങ്കിൽ അത് പോരാ. സുവിശേഷത്തിൻ്റെ സന്ദേശം എന്താണെന്ന് വ്യക്തമായി നല്ലതുപോലെ അറിയുന്നത് മാത്രം പോരാ. നമ്മുടെ ഹൃദയത്തിൽ നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ആ വേദന, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ
നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി വലിയൊരു ദുഃഖവും ഇടവിടാതെ നമ്മുടെ ഹൃദയത്തിൽ നോവും വേദനയും ഉണ്ടോ? ഈ വിഷയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സുവിശേഷീകരണത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ വേലയെ നമ്മൾ സ്നേഹത്തോടു കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്നേഹത്താൽ നിറഞ്ഞവരായി നമ്മൾ ഈ വേലയെ ചെയ്യണം. അതിനുവേണ്ടി കർത്താവ് നിങ്ങളിൽ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തോട് കൂടെയുള്ള നമ്മുടെ ബന്ധം ഇന്ന് എങ്ങനെയിരിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടത് മാത്രം പോരാ, ഇന്ന് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയിരിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ വേലയെ കർത്താവ് എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പ്രാഗൽഭ്യം വേണം, നമുക്ക് ആ ധൈര്യം വേണം. അതല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ നിറയപ്പെടുന്നത് വളരെ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ വേലയ്ക്ക് വേണ്ടി ആവശ്യമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നമുക്ക് എരിവ് ആവശ്യമാണ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ആഗ്രഹം, കർത്താവെ എൻ്റെ ആഗ്രഹങ്ങളല്ല, എൻ്റെ മഹത്വമല്ല കർത്താവെ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടണം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഒരു തീ പോലെ കത്തുന്ന എരിവ് നമുക്ക് ആവശ്യമാണ്. അതല്ലാതെ സുവിശേഷത്തിൻ്റെ സന്ദേശത്തെ മാറ്റാതെ വിശ്വസ്തരായി ആ സന്ദേശത്തെ മുഴുവനായി എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ വിശ്വസ്തരായി അറിയിക്കണം, ഘോഷിക്കണം. മനുഷ്യർക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമല്ലാത്തതെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ വിശ്വസ്തരായി ഈ സന്ദേശത്തെ ഘോഷിക്കണം. അതല്ലാതെ നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ വലിയൊരു ആത്മഭാരം ആവശ്യമാണ്. അതിനുവേണ്ടിയും നമ്മൾ നമ്മുടെ സ്വാർത്ഥതയെ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ, എത്രത്തോളം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ തന്നെ കടക്കുന്നുവോ, നമ്മൾ മറ്റുള്ളവരുടെ വേദനയെ, മറ്റുള്ളവരുടെ അപായത്തെ നമ്മൾ ശ്രദ്ധിക്കുവാൻ കഴിയുന്നതല്ല. നമ്മൾ വചനത്തിലും വായിക്കുന്ന മോശയുടെ കുറിച്ച്. മോശ മിസ്രൈമിൽ കൊട്ടാരത്തിൽ പാർക്കുമായിരുന്നു. ആ കൊട്ടാരത്തിൻ്റെ സുഖങ്ങൾ വിട്ട് പുറത്ത് വന്നപ്പോഴാണ് തൻ്റെ സഹോദരന്മാരായ എബ്രായരുടെ ആ വേദനയെ, അവരുടെ കഷ്ടപ്പാടുകളെ ശ്രദ്ധിക്കുവാൻ സാധ്യമായത്. അതിനുശേഷം മോശ ചെയ്തത് തെറ്റാണ്. എന്നാൽ അവൻ്റെ ഉള്ളിൽ ഒരു ആത്മഭാരം, തൻ്റെ ജനത്തിന് വേണ്ടി ഒരു വേദന തൻ്റെ ഉള്ളിൽ ഉണ്ടായത് തൻ്റെ ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോഴാണ്. ആ സുഖങ്ങൾ വെടിഞ്ഞ് പുറത്ത് വന്നപ്പോഴാണ് തൻ്റെ സഹോദരന്മാരായ ചാച്ചക്കാരായ എബ്രായരുടെ വേദനയെ ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ, നമ്മുടെ സുഖങ്ങളെ നമ്മൾ ത്യജിച്ച്, അതിനെ ഉപേക്ഷിച്ച് നമ്മൾ മറ്റുള്ളവരുടെ വേദനയെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ വലിയൊരു വേദനയും ആത്മഭാരവും ഉണ്ടാകുവാൻ സാധ്യമാകുന്നത്. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഇവരെല്ലാവരും ദൈവത്തിൻ്റെ മുൻപാകെ പാപികളായിരിക്കൊണ്ട് അവരെല്ലാവരും നരകത്തിലേക്ക് പോവുകയാണ്, ഇവർക്ക് രക്ഷ ആവശ്യമാണ്, അതിനെ അവർ മനസ്സിലാക്കുന്നില്ല, അവരുടെ ആവശ്യത്തെ അവർ മനസ്സിലാക്കുന്നില്ല. അവർ സുവിശേഷം കേൾക്കണം, ഞാൻ അവരോട് സുവിശേഷത്തെ പങ്കിടണം. അവരങ്ങനെ സുവിശേഷത്തെ കേട്ട് അതിനെ ഗ്രഹിച്ച് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അവരെല്ലാവരും നിത്യനാശത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് പോകുവാൻ ഇടയാകും. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ വേദനയെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമ്മുടെ സ്വാർത്ഥതയെ ഉപേക്ഷിച്ചേ മതിയാകുള്ളൂ. അതിനുവേണ്ടി കർത്താവ് നിങ്ങളിൽ ഓരോരുത്തരെയും എന്നെയും ഒരുക്കട്ടെ, സഹായിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. ഈ പ്രകാരം, വചനപ്രകാരം നമ്മൾ ഈ വേലയ്ക്ക് വേണ്ടി, സുവിശേഷീകരണത്തിനു വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ, നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളിൽ ഏവരെയും അത്യധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ.